ഹായ് എവരി വൺ. ഈ വീഡിയോ മുതൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലാബ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ക്ലാസ് നല്ല വൃത്തിക്ക് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം റിസർച്ച് ചെയ്ത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലാബ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചേ പറ്റൂ. സോ ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് വി പി എൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ എന്താണ് വി പി എൻ? വി പി എൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മെയിൻലി പറയുന്നത് വെച്ചാൽ ഓക്കെ, ഒരു സിസ്റ്റത്തിലേക്ക് ആക്സസ് ഇല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് വി പി എൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് എനിക്ക് ആക്സസ് ചെയ്യണം എന്ന് കരുതാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യണം എന്ന് കരുതാം. ബട്ട് ഓപ്പൺ ആവുന്നില്ല. ബട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിരിക്കുന്ന രാജ്യത്തു നിന്ന് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, ഓക്കെ, ഒരു വി പി എൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസിലി ഓപ്പൺ ആവും എന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ്ലി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡിസൈൻ ചെറുതായിട്ട് പെയിൻറ്റ് വെച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് വൺ, നമ്മൾ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നേരെ example.com എന്ന് പറഞ്ഞ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ example.com എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിരിക്കുന്ന രാജ്യത്തിലേക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ആക്സസ് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അത് റിജക്റ്റ് അടിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്പോൺസ് വരും. വിച്ച് മീൻസ് വേറെ ഏത് രാജ്യത്തിരുന്നാലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് ഞാനിരിക്കുന്ന രാജ്യത്തുനിന്ന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ, അത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു വി പി എൻ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വി പി എൻ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സിസ്റ്റം നേരെ ആ വി പി എൻ സെർവറായിട്ട് കണക്റ്റ് ആവും. എന്നിട്ട് ആ വി പി എൻ എന്തിരിക്കും, ഈ example.com ആയിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ബേസിക്കലി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് example.com വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും, ക്യാൻസൽ ആവുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഏത് രാജ്യത്തു നിന്നാണോ ആ രാജ്യത്ത് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ആവും, നമുക്ക് സൈറ്റ് ഓപ്പൺ ആയി കിട്ടില്ല. ബട്ട് വി പി എൻ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് അതിനുശേഷം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഒരു വി പി എൻ കണക്ട് ചെയ്തു. വി പി എൻ കണക്ട് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റിലേക്കുള്ള റിക്വസ്റ്റ് ആദ്യം വി പി എന്നിലേക്കായിരിക്കും പോവുക. വി പി എൻ എന്ന് പറഞ്ഞ ഒരു സെർവറാണ്. അത് ചിലപ്പോൾ പല രാജ്യത്താവാം, ഒന്നെങ്കിൽ ഓസ്ട്രേലിയ ആവാം, അല്ലെങ്കിൽ യു എസ് ആവാം, ഏത് രാജ്യത്തും ആവാം. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ കിട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വി പി എൻ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമുക്ക് യു എസ് ആണോ യു കെ ആണോ ഏതാണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കാണിക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ ആ രാജ്യത്ത്, ആ വി പി എൻ ഏത് രാജ്യത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ example.com എന്ന് കൊടുക്കുമ്പോൾ നേരെ റിക്വസ്റ്റ് നേരെ വി പി എന്നിലേക്ക് പോകും. വി പി എന്നിൽ നേരെ example.comലേക്ക് പോകും. അപ്പോൾ example.comൽ കിട്ടുന്ന ആര് ഐ പി ആണ്, വി പി എൻ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വി പി എൻ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ വി പി എൻ സെർവറിലേക്കായിരിക്കും ഫസ്റ്റ് പോവുക. എന്നിട്ട് വി പി എൻ സെർവറിൽ നിന്ന് നേരെ example.comലേക്ക് പോകും. അപ്പോൾ example.comന് മനസ്സിലാക്കാൻ പറ്റും വി പി എൻ എന്നാണ് ഈ റിക്വസ്റ്റ് വന്നിട്ടുള്ളത്, അല്ലാണ്ട് വേറെ രാജ്യത്തു നിന്നുള്ളതല്ല, ഞാൻ ബ്ലോക്ക് ചെയ്ത രാജ്യത്തു നിന്നുള്ളതല്ല, ആക്സസ് ചെയ്യാൻ പറ്റുന്ന രാജ്യത്തു നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ example.com റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്തായിരിക്കും, ആ സൈറ്റ് ലോഡാവും. ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഒരു വി പി എൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നോർമലി നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് example.com വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്യാൻസൽ ആവും, വർക്ക് ആവില്ല. ഓക്കെ, ബട്ട് വി പി എൻ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നേരെ വി പി എന്നിലേക്കാണ് അത് ആദ്യം പാസ്സാവുക, എന്നിട്ട് വി പി എൻ example.comലേക്ക്. അപ്പോൾ റെസ്പോൺസ് വരുമ്പോൾ എന്തായിരിക്കും, പ്രോപ്പറായിട്ട് നമുക്കത് ഓപ്പൺ ആയി കിട്ടും. ഇപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, എനിക്ക് ഒരാളിൽ നിന്ന് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അയാളോട് അത് ഡയറക്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നോട് പറയില്ല, കാരണം അയാൾക്ക് എന്നെ അറിയില്ല. അതേപോലെ തന്നെ ഞാൻ ചോദിച്ചാൽ എന്തും അയാൾ റെസ്പോണ്ട് ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ എനിക്കറിയാവുന്ന വേറൊരാളുണ്ട്, അയാളെ പറഞ്ഞു വിട്ടിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ എടുത്തിട്ട് ഇയാളെ കൊണ്ട് എനിക്ക് റെസ്പോൺസ് കിട്ടും. ലൈക്ക് എന്ന് വെച്ചാൽ ഒരു മിഡിൽ മാനെ പോലെ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാളെ ഇടയിൽ വെക്കും, എന്നിട്ട് അയാളോട് പറഞ്ഞു കൊടുക്കും ഇന്ന കാര്യങ്ങൾ ഈ ഒരു മൂന്നാമത്തെ ആളോട് ചോദിച്ചിട്ട് നീ എടുത്ത് തരണം എന്ന് പറയും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ മൂന്നാമത്തെ പേഴ്സണോട് സംസാരിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മിഡിൽ മാൻ എന്ത് ചെയ്യും, എനിക്ക് റെസ്പോൺസ് തരും. മൂന്നാമത്തെ ആളോട് ഡയറക്റ്റ്ലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പറഞ്ഞു തരില്ല. അപ്പോൾ ഞാൻ മിഡിൽ മാനെ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെച്ചിട്ട് കാര്യങ്ങൾ എടുക്കുന്നു. ഇത് തന്നെയാണ് ബേസിക്കലി എന്തെങ്കിലും വി പി എൻ ചെയ്യുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഒരു കോർപ്പറേറ്റ് കമ്പനികളിലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു ബാങ്കിൻ്റെ കമ്പനിയാണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരുപാട് ഇൻറ്റേർണൽ ഡാറ്റ ഉണ്ടാവും, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള ഒരാൾക്ക് അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് ഏത് ഫോൺ ഏത് രാജ്യത്തിരുന്നിട്ടും ഗൂഗിൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. ബട്ട് ബാങ്കിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ സൈറ്റുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന കാര്യം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതൊരു ഇൻറ്റേർണൽ ഡാറ്റയാണ്. അതുകൂടാതെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അത് ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റം വി പി ആയിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ വി പി ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഗൂഗിളിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു
VPN അല്ല, അവർ തരുന്ന ആ കമ്പനി തരുന്ന VPN ഉണ്ട്, അല്ലെങ്കിൽ ആ ബാങ്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചൊരു VPN ഉണ്ട്. അതിൽ കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ VPNൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അത്രമാത്രമുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ ഒരു ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ അവർ തരുന്ന VPN നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ അവരുടെ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം പുറത്തുനിന്നുള്ള ഒരാൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂള് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. VPN കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുക. റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് ചെയ്യാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല. ഒരു മെൻറ്ററെ കയ്യിൽ നിന്ന് ഹെൽപ്പ് കിട്ടുക എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ ഡൗട്ട്, ഇപ്പോൾ VPN ആണോ ഡൗട്ടെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ VPN അത് ക്ലിയർ ചെയ്തിട്ടേ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? നമ്മൾ ക്ലിയർ ചെയ്യാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എവിടെയാണോ, അപ്പോൾ വോയിസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ IP ആണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, എന്ത് സാധനമാണ് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക, പഠിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഒരു കാരണവശാലും അത് മുന്നോട്ടേക്ക് പോവില്ല. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ട്രൈഹാക്മി എന്ന് പറഞ്ഞൊരു ലാബാണ്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ട്രൈഹാക്മി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്നത്. നമ്മൾ ബേസിക് അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IP അഡ്രസ്സ് എടുക്കുക, ആ IP അഡ്രസ്സ് അറ്റാക്ക് ചെയ്ത് അതിന് സെർവറിനകത്ത് കയറാം. ഇതാണ് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ഒരു IP കിട്ടുന്നു, ആ IPയിൽ നിന്ന് വിത്ത് ഒരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് എങ്ങനെ പോകാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ലാബ് അറ്റാക്കിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു IP വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിസ്റ്റം അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കലി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട്, ഈ ട്രൈഹാക്മി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലാബുകൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അതേപോലെ റിസർച്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ വെച്ചാൽ ഇതിനകത്ത് സെർച്ച് ബട്ടൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് പിക്കിൾ റക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സൈറ്റ് ഉണ്ട്. സൈറ്റല്ല, ലാബാണ്. അപ്പോൾ ആ ലാബാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാബ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ലാബ് ഉണ്ട്. ട്രൈഹാക്മിനകത്ത് ഒരുപാട് ലാബ്, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പിക്കിൾ റക്ക് എന്ന് പറഞ്ഞ ഒരു ലാബാണ്. എന്ന് വെച്ചാൽ റിയൽ സൈറ്റ് നമുക്ക്, അല്ലെങ്കിൽ റിയൽ IP നമുക്ക് ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ തരുന്ന IP വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് പിക്കിൾ റക്ക് പോവാണ്. എന്നിട്ട് ഞാൻ വെച്ചാൽ സ്റ്റാർട്ട് മിഷൻ കൊടുക്കണം. ഇതിനകത്താണോ സ്റ്റാർട്ട് മിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ലാബ് സ്റ്റാർട്ടാവും. ഓക്കെ, നമ്മൾ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ലാബ് സ്റ്റാർട്ടാവും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു IP അഡ്രസ്സ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ആ IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യണം. 10.49.137.196. ഇതാണെന്ത് നമ്മുടെ ടാർഗറ്റിൻ്റെ IP. നമ്മൾ ബേസിക്കലി ചെയ്യണമെന്ന് വെച്ചാൽ ഈ IP അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണെന്ത് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു IP ഡിവൈസിന് കിട്ടുന്നതാണ് അല്ലേ. മേ ബി ഫോൺ IP ഉണ്ടാവില്ലേ, ഉണ്ടാവും. അതേപോലെ തന്നെ ലാപ്പിന് IP ഉണ്ടാവില്ലേ, ഉണ്ടാവും. അതേപോലെ സെർവറിന് IP ഉണ്ടാവില്ലേ, ഉണ്ടാവും. അങ്ങനെ പിന്നെ വേറെ ഏതൊക്കെ ഡിവൈസാണോ അതിനൊക്കെ IP അഡ്രസ്സ് ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യില്ലെങ്കിൽ, ഒരു നെറ്റ്വർക്ക്, ഒരു സിം ആണെങ്കിലും എന്താണെങ്കിലും അതിനൊരു IP അഡ്രസ്സ് ബേസിക്കലി ഉണ്ടാവും. അപ്പോൾ ഈ IP, ഇവിടെ കിട്ടിയ IP മെയിൻലി ഒന്നെങ്കിൽ ഒരു ഫോണിൻ്റെതാവാം, അല്ലെങ്കിൽ ലാപ്പിൻ്റെ ആവാം, അല്ലെങ്കിൽ സെർവറിൻ്റെ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൻ്റെ ആവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ IP ആണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. IP എന്ന് പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെ ആവാം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിവൈസിനെയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. ആ ഡിവൈസിനെ അറ്റാക്ക്, അത് മേ ബി ഫോണാവാം, ലാപ്പാവാം, സെർവറാവാം. അപ്പോൾ അത് അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ സെർവറിൽ കയറുക, അല്ലെങ്കിൽ അതിനൊരു ഷെല്ല് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു IP വെച്ചിട്ട് ആ ഒരു സിസ്റ്റത്തെ നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഈ IP ഞാനെടുത്തു, ജസ്റ്റ് കോപ്പി ചെയ്യണം. എന്നിട്ട് ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തു. ടെർമിനൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നോർമലി ഇപ്പോൾ എൻ്റെ സിസ്റ്റം, എൻ്റെ ബ്രൗസർ ഇതാണ്. ഇതിനകത്ത് ഞാൻ google.com സെർച്ച് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഗൂഗിളിൻ്റെ സൈറ്റിൽ ലോഡാവും, ബിക്കോസ് എൻ്റെ സിസ്റ്റത്തിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ വെച്ചാൽ പിങ് google.com. നമുക്ക് ഏതൊരു സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു IP-യിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിലും അതിലൊരു പിങ് കണക്ഷൻ വരണം. എന്താ വെച്ചാൽ പിങ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ വരിക എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു റൂമിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണെങ്കിൽ അയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഞാനിപ്പോൾ അയാളെ വിളിക്കുമ്പോൾ അയാൾ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹലോ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ബട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് തിരിച്ചൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ പിങ് google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 64 bytes എന്ന് പറയുന്ന റെസ്പോൺസ് കാണുന്നുണ്ട്. വിച്ച് മീൻസ്
ഗൂഗിളായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഗൂഗിൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഈ ഒരു റിസൾട്ട് മീൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഞാൻ പിങ് ഈ IP അഡ്രസ്സ് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് റെസ്പോൺസ് വരുന്നില്ല കേട്ടോ. നേരത്തെ ഗൂഗിൾ വന്ന പോലെ എനിക്ക് റെസ്പോൺസ് വരുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ IP അഡ്രസ്സിലേക്ക് എനിക്ക് എന്തില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു IP അഡ്രസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്ത് കയറി ചെല്ലാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോൾ പിങ് ഈ ഒരു IP അഡ്രസ്സ് കൊടുത്തിട്ട് എനിക്ക് റെസ്പോൺസ് വന്നില്ലെങ്കിൽ 100% ഉറപ്പാണ് അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇത് ഞാൻ ക്യാൻസൽ അടിച്ച് നേരെ പോയിട്ട് google.com കൊടുത്തു. ഓക്കെ, ഹിറ്റ് എൻ്റർ കൊടുത്തു, എനിക്ക് റെസ്പോൺസ് വരുന്നുണ്ട്. വിച്ച് മീൻസ് ഇതിൽ റെസ്പോൺസ് വരാണ്ടിരിക്കുകയും താഴെയുള്ളതിൽ റെസ്പോൺസ് വരുന്നു ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ്, ആ ഒരു ഇതിലേക്ക് IP യിലേക്ക് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. രണ്ടാമത്തെ ഇതിലേക്ക് ഗൂഗിളിലേക്ക് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ അവരുടെ സൈറ്റോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ബാങ്കിൽ അവരുടെ സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ മേ ബി VPN കണക്ട് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ VPN കണക്ട് ചെയ്യാത്ത ഒരാൾക്ക് പോലും അവരുടെ സൈറ്റിലേക്ക് ആക്സസ് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ സൈറ്റിലേക്ക് ആക്സസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ, അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. വിച്ച് മീൻസ് ആ സൈറ്റിൻ്റെ IP അഡ്രസ്സ് എനിക്ക് കിട്ടി, ഞാൻ എൻ്റെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് പിങ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. കാരണം വെച്ചാൽ അവരുടെ ആ ഒരു നെറ്റ്വർക്കിലേക്ക് എനിക്ക് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ പെർമിഷൻ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, അവരൊരു VPN പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. VPN കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഇതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സൈറ്റിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, VPN കണക്ട് ചെയ്യണം. അപ്പോൾ ആ VPN കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇതിൻ്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ പിങ് ഈ ഒരു അഡ്രസ്സ് കൊടുത്തപ്പോൾ നമുക്ക് റെസ്പോൺസ് വരുന്നില്ല, ഉറപ്പായിട്ടും അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ VPN അവർ ഈ ഒരു ട്രൈഹാക്മി ഒരു VPN തരുന്നുണ്ട്. അപ്പോൾ ആ VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടിയത് വരും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അതിന് ട്രൈഹാക്മിൻ്റെ അകത്ത് പോയിട്ട് VPN എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചാൽ, ട്രൈഹാക്മിൻ്റെ അകത്ത് പോയിട്ട് ഇതിനകത്ത് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് അക്കൗണ്ട് വേണ്ടിയില്ലേ, ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് VPN സെറ്റിങ്സ് ഉണ്ട്, ഇതിനകത്ത് പോവാം. ഇത് റീജിയനൊക്കെ ഓൾറെഡി സെറ്റാണ്, നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുണ്ടോ കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ ട്രൈഹാക്മി തരുന്ന VPN ആണ്. അവരുടെ നെറ്റ്വർക്കിനകത്തുള്ള IPസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു VPN ആണ്. ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾ ബാക്ക് അടിക്കുന്നതാണ്. ഈ IP ആരാ തന്നത്, ട്രൈഹാക്മി തന്നത്. അപ്പോൾ അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ട്രൈഹാക്മി തരുന്ന VPNൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. നേരത്തെ ബാങ്കിൻ്റെ കേസിൽ പറഞ്ഞാൽ മതി, ബാങ്കിൻ്റെ IP കണക്ട് ചെയ്യണമെങ്കിൽ ബാങ്ക് തരുന്ന VPNൽ കണക്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ട്രൈഹാക്മി തരുന്ന VPNൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈഹാക്മിൻ്റെ IPയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ CD ഡൗൺലോഡ്സിൻ്റെ അകത്താണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ലിനക്സ് കമാൻഡ്സൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിച്ചില്ലെങ്കിൽ ലിനക്സ് കമാൻഡ്സിൻ്റെ ആ വീഡിയോ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് മാത്രമേ അതിലെടുത്തിട്ടുള്ളൂ. അത് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ലാബ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലിനക്സ് കമാൻഡ്സ് അത്രയ്ക്ക് മാൻഡേറ്ററിയാണ്. ഞാൻ അവിടെ LS അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടോ VPN വന്നിട്ടുണ്ട്. ഇതാണ് VPN ഫയൽ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്താലും ഇതുപോലത്തെ ഒരു VPN ആയിരിക്കും കിട്ടുക നിങ്ങളുടെ പേര് വെച്ചിട്ട്. അപ്പോൾ ഞാനിത് റൺ ചെയ്യാൻ പോകണം. അപ്പോൾ VPNലേക്ക് കണക്ട് ചെയ്യാൻ ഇത് റൺ ചെയ്യണം. നോർമലി നമ്മളെന്താ ചെയ്യുക, VPNൻ്റെ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് അത് റൺ ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക സ്റ്റാർട്ട് VPN എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യല. ബട്ട് ഇതിൻ്റെ കേസിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു കമ്പനി തരുന്ന VPN മിക്കവാറും ഒരു VPN ഫയലായിട്ടായിരിക്കും. അപ്പോൾ ആ VPN ഫയലിൽ നമ്മളെങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ sudo open VPN. ഈ കമാൻഡ്സൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരില്ല. എൻ്റർ ഹിറ്റ് ചെയ്യാം, എന്നിട്ട് പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കണക്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി VPN കണക്റ്റ് ആയി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നേരെ പോവാം, Ctrl+T അടിക്കുക. എന്ന് വെച്ചാൽ പിങ് IP അഡ്രസ്സ് ഏതാണോ ഈ IP കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതോടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ റെസ്പോൺസ് വന്നാണ്ടോ. വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ VPNലേക്ക് നമുക്കിപ്പോൾ എന്തായി, കമ്മ്യൂണിക്കേഷൻ കിട്ടി. ഇനി അടുത്തത് എന്താ, കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റാക്ക് ചെയ്ത് കയറാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. നമ്മൾ ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളായിട്ട് സംസാരിക്കാം. അതേപോലെ തന്നെ ഒരു IP നിന്ന് നമുക്ക് റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ, പിങ് റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ പിങ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കമാൻഡാണ്. ഈ കമാൻഡ് എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇതിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ കമാൻഡാണ്. ICMP പ്രോട്ടോക്കോളാണ് അത് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതേ സ്റ്റെപ്പ് തന്നെ ഇപ്പോൾ കണ്ടോ, ഞാൻ ഒരു പുതിയ ടാബും കൂടി എടുത്തു. എന്നിട്ട് എൻ്റെ IP അഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. ഇഫ് കോൺഫിഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ അതിലുള്ള IP അഡ്രസ്സ് കാണാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഒരുപാടുണ്ടാവും, കൺഫ്യൂഷൻസ് വരും, അത് ഉറപ്പാണ്.
അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങളെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഇഫ് കോൺഫിഗ് അടിക്കാം. ഇഫ് കോൺഫിഗ് അടിച്ചപ്പോൾ കണ്ടോ എനിക്ക് ഇവിടെ ഒരു IP അഡ്രസ്സ് കിട്ടി, ETHO. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇത് കിട്ടി. ഇത് ലൂപ്പ് ബാക്കാണ്, എല്ലാ സിസ്റ്റത്തിനകത്തുണ്ടോ. പിന്നെ ഉള്ള വെച്ചാൽ മൂന്നാമതാണ് കണ്ടോ, മൂന്നാമതൊരു IP അഡ്രസ്സ് കിട്ടി. ഇത്രയും 3 എനിക്കിപ്പോൾ കിട്ടി. 1 2 3. രണ്ടാമത്തെ ഒരു IP ആയിട്ട് കൂട്ടുന്നില്ല, മൂന്നാമത് കിട്ടി. അങ്ങനെ 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ വെച്ചാൽ ബേസിക്കലി ഇത് ക്യാൻസൽ അടിക്കണം. ഇത് ക്യാൻസൽ അടിച്ച് ഇനി ഇഫ് കോൺഫിഗ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി ആ മൂന്നാമത് കിട്ടിയത് പോയി. ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിയേ 1 2 ഉള്ളൂ, മൂന്നാമത് കിട്ടിയത് പോയി. അതെന്തുകൊണ്ടാണ്? അതെന്താ വെച്ചാൽ നമ്മൾ VPN കണക്ട് ചെയ്തില്ലേ, VPN കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു IP അഡ്രസ്സ് എക്സ്ട്രാ അഡീഷണലി നമുക്ക് കിട്ടും. അതെന്താ വെച്ചാൽ ആ VPN തരുന്നതാണ്, VPN പ്രൊവൈഡേഴ്സ് തരുന്ന ഒരു IP അഡ്രസ്സാണത് നമ്മുടെ സിസ്റ്റത്തിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു IP അഡ്രസ്സ് കിട്ടുന്നില്ലേ, അതേപോലെ തന്നെ VPN കണക്ട് ചെയ്യുമ്പോഴും അവർ തരുന്ന ആ VPNലേക്കുള്ള ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു IP അഡ്രസ്സാണത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്ര മനസ്സിലാക്കിയാൽ മതി, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. ഇതെന്തുകൊണ്ടാണ് പിങ് ആവാത്തത്? ഡെഫിനറ്റ്ലി VPN ഡിസ്കണക്ട് ചെയ്തുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഞാനിവിടെ റൺ ചെയ്ത VPN എന്ത് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് ക്ലോസ് ചെയ്ത്, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് റെസ്പോൺസ് കിട്ടുന്നില്ല. കണ്ടില്ലേ, ഇപ്പോൾ റെസ്പോൺസ് കിട്ടുന്നില്ല. ഇനി Ctrl+C അടിക്കുക, വീണ്ടും ഇവിടെ പോവുക, സുഡോ ഓപ്പൺ VPN കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, ഇങ്ങ് കൊടുക്കുക, റെസ്പോൺസ് വന്നു. ഓക്കെ, ക്യാൻസൽ അടിക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് IP പിങ് കണക്ഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് വൺ, ഈ IP ഏതിൻ്റെ ആണോ നോക്കുക, ഏത് ഡിവൈസിൻ്റെ ആണെന്ന് നമ്മൾ നോക്കണം. ഇത് ഈ IP ഫോണാണോ, IP ലാപ്ടോപ്പിൻ്റെ ആണോ, സെർവറിൻ്റെ ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ലേറ്റർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യണമെങ്കിൽ, ഓക്കെ, അത് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സ്കാനിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അതാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ കാര്യങ്ങൾ മനസ്സിലാക്കുക. എനിക്കറിയാം എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ല, ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ കിട്ടുന്നത് മാക്സിമം മനസ്സിലാക്കിയെടുക്കുക, ബാക്കി നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഓക്കെ, ടൈം എടുക്കും, ഉറപ്പാണ്. സോ താങ്ക് യു.